പ്രിയരെ, JK ഫാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സമീപകാലത്ത് കഴിഞ്ഞ ആഴ്ച എനിക്ക് മിഡിൽ ഈസ്റ്റിലെ ഒരു ഫാം സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചു. എൻ്റെ ഒരു സുഹൃത്താണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് വഹിക്കുന്നത്. ഞാനവിടെ ഏതാണ്ട് ഒരു ദിവസം പൂർണ്ണമായും അവിടെ ചെലവഴിച്ചു. കഴിഞ്ഞ 2024 മാർച്ചിലാണ് ഈ ഫാം തുടങ്ങുന്നത്. അതെൻ്റെ പൂർണ്ണപ്രാപ്തിയിലെത്തിയിട്ടില്ല. അവർ ആദ്യത്തെ ഫേസിൽ 8000 പശുക്കളെയാണ് അവരുദ്ദേശിക്കുന്നത്. ഞാൻ പോകുന്ന ദിവസം അവർക്ക് 3800 പശുക്കൾ വരെയായി. അവർ ഫാം തുടങ്ങുന്ന രീതി നമുക്ക് അനുകരിക്കാവുന്നതല്ല. അതൊരു വലിയ പ്രോജക്റ്റാണ്, അതിബൃഹത്തായ പ്രോജക്റ്റാണ്. 1300 കോടി രൂപയോളം വരുന്നൊരു പ്രോജക്റ്റാണ്. ഓയിൽ മണി അവർക്കുണ്ട്. അവർക്ക് അത്രയും വലിയൊരു പ്രോജക്റ്റ് തുടങ്ങാനാകും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ചെറിയ തോതിൽ തുടങ്ങുന്നവരും വലിയ തോതിൽ തുടങ്ങുന്നവരുടെയും ലക്ഷ്യം വിജയമാണ്. ഒരു വിജയത്തിനായി അവരൊരു മേക്ക് ചെയ്യുന്ന മുന്നൊരുക്കങ്ങൾ ആണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അവരാദ്യം പശുവിനെ വാങ്ങിക്കുകയല്ല ചെയ്തത്. നമുക്ക് വിദേശത്തു നിന്ന് പശുക്കളെ ഇമ്പോർട്ട് ചെയ്യാൻ അനുവാദമില്ല. അതുകൊണ്ടാണ് നമ്മളുടെ വിദേശമായ നമ്മൾ ബാംഗ്ലൂരിലോ കൃഷ്ണഗിരിയിലോ പോയി പശുവിനെ വാങ്ങിക്കുന്നത്. അവർ ഡെൻമാർക്കിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതുതന്നെ വളരെ സ്ട്രിക്റ്റായ സെലക്ഷൻ പ്രൊസീജിയർ. ഡെൻമാർക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം ഡെൻമാർക്ക് ഡിസീസ് ഫ്രീ ആയ ഒരു അസുഖങ്ങളില്ല, പശുക്കൾക്ക് അസുഖങ്ങളില്ല എന്ന് സർട്ടിഫൈ ചെയ്യപ്പെട്ട രാജ്യമാണ്. അതുകൊണ്ടാണ് ഒരു ഡെൻമാർക്ക് ചൂസ് ചെയ്യുന്നത്. ഈ പശുക്കളെ അവിടുന്ന് കൊണ്ടുവരുന്നു. അപ്പോൾ അതിനെത്ര ബോഡി വെയ്റ്റ് ഉണ്ടാകണം, എല്ലാം പ്രഗ്നൻറ്റ് ഹെയ്ഫേഴ്സിനെയാണ് അവർ കൊണ്ടുവന്നത്. 1400 പശുക്കളുടെ ട്രാൻജസായിട്ടാണ് അവർ കൊണ്ടുവന്നത്. അതുതന്നെ വിമാനത്തിലാണ് കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഏതാണ്ട് കണക്കൂട്ടിയപ്പോൾ ഒരു പശുവിനെ കൊണ്ടുവരുന്നതിന് 4.5 ലക്ഷം രൂപയാണ് ഇന്ത്യൻ മണിയിലാണെങ്കിൽ ആവുന്നത്. പക്ഷേ ഈ പശു വരുന്നതിന് 4-5 മാസം മുമ്പ് തന്നെ അവരതിനുള്ള ഫോഡറുകളെല്ലാം പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്തു. പശു വരുന്നതിന് ഒരു 2 മാസം മുമ്പേ ഫോഡറുകളെല്ലാം വന്നു. പശുവിന് കൊടുക്കേണ്ട ആഹാരം ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കൊണ്ട് ഫോമുലേറ്റ് ചെയ്ത് അതവർ അമേരിക്കയിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്നു. ഓരോ ട്രാൻജസ് വരുമ്പോഴും ഫീഡ് വരുമ്പോഴും അതവർ ടെസ്റ്റിന് അയച്ച് അവരുടെ ന്യൂട്രീഷനിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത അത് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നവർ ബോധ്യപ്പെടുത്തുന്നു. ആൽഫ ഹേ ആണ് പ്രധാനപ്പെട്ട ആഹാരം. ആൽഫ ഹേ അമേരിക്കയിൽ നിന്ന് വരുന്നു. അതുതന്നെയും അവർ ടെസ്റ്റിന് അയക്കുന്നു. പിന്നെ ഒരു വശത്തൂടെ ഷെഡുകളും കാര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടാക്കുന്നു. എല്ലാം കഴിഞ്ഞാണ് പശുക്കൾ വരുന്നത്. അതുപോലെ അവർ ഒരു റീപ്രൊഡക്ഷനിസ്റ്റ് അവിടെ ഉണ്ട്, ഒരു ജനറൽ മാനേജർ ഉണ്ട്, വർക്കേഴ്സ് സ്വാഭാവികമായിട്ടുമുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. ഇത് ബൃഹത്തായ പ്രോജക്റ്റാണ്. ഞാനിവിടെ പറഞ്ഞ് പ്രതിപാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: കൃത്യമായ മുന്നൊരുക്കങ്ങളില്ലാതെ നടത്തുന്ന ഫാമുകളാണ് പരാജയപ്പെടുന്നത്. നമുക്ക് ഈ ലെവലിൽ കൊണ്ടുവരാൻ പറ്റില്ല. നമുക്കറിയാം, നമുക്ക് അവർ പ്രസവിക്കുമ്പോൾ തന്നെ ഈ ഡെൻമാർക്കിൽ നിന്ന് പശുക്കൾക്ക് ക്ലൈമറ്റ് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ലാക്ടേഷനിൽ അവർ ഇപ്പോൾ ലഭിക്കുന്ന പാല് എന്ന് പറയുന്നത് ആവറേജ് 33 ലിറ്ററാണ്. 33 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വലിയ ഒരു അളവാണെങ്കിലും ഗൾഫിലെ ലോകത്തെ മറ്റ് ഫാമുകളെ നോക്കുമ്പോൾ 33 ലിറ്റർ ആവറേജ് അത്ര വലിയ ആവറേജ് അല്ല. അവർ ഈ അടുത്ത ലാക്ടേഷൻ ആകുമ്പോൾ അവരത് 39-40 ലിറ്ററിലോട്ട് അവർക്കാകും. കാരണം 2ാം ജനറേഷൻ ഇവിടെ വരുന്ന 2ാം തലമുറ പശുക്കളായി. ഈ പശുക്കളെല്ലാം ഇപ്പോൾ വന്ന ഹെയ്ഫേഴ്സ് എല്ലാം സെക്കൻഡ് ലാക്ടേഷനിലാകും. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് ആ ലെവലിലേക്ക് എത്തും. നമുക്ക് ഇത് സാധ്യമല്ല. കാരണം നമുക്ക് വിദേശത്ത് നിന്ന് ഇത്രയും മികച്ച പശുക്കളെ കൊണ്ടുവരാൻ പറ്റില്ല. കൊണ്ടുവന്നാൽ അവരോട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവരവിടെ കോറൽ കൂളിംഗ് സിസ്റ്റം വെച്ച് 18 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ 24 മണിക്കൂർ നിലനിർത്തുകയാണ്. നമുക്കതൊന്നും ഇവിടെ സാധ്യമല്ല. അപ്പോൾ നമുക്ക് വിജയിക്കാനാകില്ലേ? തീർച്ചയായിട്ടും ആകും. ഇവിടെയാണ് പഞ്ചാബ് ഫാമേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പേ, ഒരു 25 വർഷങ്ങൾക്ക് മുമ്പെയൊക്കെ പഞ്ചാബിലെ ഫാമേഴ്സ് ബാംഗ്ലൂരിൽ നിന്നാണ് പശുക്കളെ കൊണ്ടുപോയത്. നമ്മളും ബാംഗ്ലൂരിൽ നിന്നാണ് പശുക്കളെ കൊണ്ടുവന്നത്. പലതിനെയും കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ 25 കൊല്ലങ്ങൾക്ക് മുമ്പേ എത്ര ആവറേജ് ആണോ, വെറ്റ് ആവറേജ് എത്രയാണോ അത്രയിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും കേരളത്തിലെ വെറ്റ് ആവറേജ് 10 ലിറ്ററിൽ താഴെയാണ്. 25 കൊല്ലങ്ങൾക്ക് മുമ്പ് 10 ലിറ്ററിൽ താഴെയാണ്. എന്നാൽ പഞ്ചാബിൽ ഇപ്പോൾ വെറ്റ് ആവറേജ്
25-26 ലിറ്റർ ആകുന്നു. നിങ്ങൾ ഈ PDFAയിൽ പ്രോഗ്രസീവ് ഡയറി ഫാമേഴ്സ് അസോസിയേഷൻ്റെ ആനുവൽ സംഗമം ഇപ്പോൾ പഞ്ചാബിൽ ലുധിയാനയിൽ കഴിഞ്ഞു. അവിടെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ച് സമ്മാനം നേടിയ പശു ഉൽപ്പാദിപ്പിച്ചത് 86 ലിറ്റർ പാലാണ്. രണ്ടാമത് വന്ന പശു 78 ലിറ്റർ പാലാണ്. അപ്പോൾ ഇങ്ങനെ 50 ലിറ്ററിന് പുറത്ത് ഫസ്റ്റ് ലാക്ടേഷനിൽ പാല് തരുന്ന പശുക്കൾ അവിടെ സർവ്വസാധാരണമായി. ഇങ്ങനെയൊക്കെ ആയതിൻ്റെ പിറകിൽ അത്യധ്വാനമുണ്ട്, കൃത്യമായ മുന്നൊരുക്കങ്ങളുണ്ട്. അവരെന്താ ചെയ്തത്? അവർ ബ്രീഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നതിന് സമാനമായ പശുക്കളെ തന്നെ അവർ കൊണ്ടുപോകുന്നു. അവരതിനെ കൃത്യമായി ബ്രീഡ് ചെയ്ത് 2ാം തലമുറ, 3ാം തലമുറ, 4ാം തലമുറ, അങ്ങനെ 7, 8, 9, 10 തലമുറകളായി. അപ്പോഴാണ് പശുക്കളുടെ വലിപ്പം കൂടി, പശുക്കളുടെ ബോഡി ഫ്രെയിം ബെറ്ററായി, പശുക്കൾ ധാരാളം ഉത്പാദനങ്ങൾ നടത്തി തുടങ്ങി. എന്നാൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പശുവിനെ കൊണ്ടുവരുന്നു, കറക്കുന്നു, ചന പിടിക്കുന്നില്ല, വിൽക്കുന്നു, വീണ്ടും പശുവിനെ വാങ്ങിക്കുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ജനറേഷണൽ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾക്ക് ഉണ്ടാകുന്നില്ല. പ്രത്യുത്പാദനം എന്നത് ഇവിടെ തകർന്നു പോയി. വളരെ മോശപ്പെട്ട ബുള്ളുകളുടെ സെമനാണ് നമ്മൾ വീണ്ടും കുത്തിവെക്കുന്നത്. ഇതിൽ ഒരു കൃത്യമായ മാറ്റം വരണം. പിന്നീട് അവിടെ മറ്റ് കണ്ട വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, പശുക്കളുടെ മുമ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് 24 മണിക്കൂറും ആഹാരമുണ്ട്. പശുക്കളുടെ മുമ്പിൽ 24 മണിക്കൂറും ആഹാരമുണ്ട്. പശുക്കൾക്ക് അങ്ങനെ തന്നെയാണ് ഫീഡ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചുള്ള വലിയൊരു തെറ്റിദ്ധാരണ നമ്മളുടെ കർഷകർക്കിടയിലുണ്ട്. എന്തിന് 24 മണിക്കൂർ കൊടുക്കണം? 24 മണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുതലാകുമോ? 24 മണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ പശുവിന് ഓവർ ഫീഡിങ്ങിൻ്റെ പ്രശ്നം വരില്ലേ? പശുവിൻ്റെ ഓവർ ഫീഡിങ്ങിൻ്റെ പ്രശ്നം വരില്ല. കാരണം പശുക്കൾക്കറിയാം എത്ര കഴിക്കാൻ പറ്റുമെന്ന്. ഞാനിതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡ്രൈ മാറ്റർ ബേസിസിലാണ് പശുക്കളുടെ ആഹാരം കണക്കാക്കേണ്ടത്. ആ ഡ്രൈ മാറ്റർ ഇൻടേക്ക് എത്രയാണോ പശുവിന് പറ്റുന്നത് അതിന് മേൽ കഴിച്ച് നമ്മളോട് വാശി പിടിച്ച് നമ്മളെ പരാജയപ്പെടുത്താൻ പശുവിനാകില്ല. അതിന് കഴിക്കാവുന്നത്രയും മാത്രമേ കഴിക്കാനാകുകയുള്ളൂ. അതുകൊണ്ട് 24 മണിക്കൂർ ഫീഡ്. അതുകൊണ്ട് തന്നെ ഇൻഡൈജഷൻ എന്നൊരു കാര്യങ്ങളൊന്നും, ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളൊന്നും തന്നെ പശുക്കൾക്കില്ല. കാരണം അവരുടെ റൂമനിൽ ബാക്ടീരിയക്കാണ് നമ്മൾ ഫീഡിങ് കൊടുക്കുന്നത്. ആ ബാക്ടീരിയയ്ക്ക് ഫീഡ് ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ റൂമൻ അസിഡിക് ആവുകയും ബാക്ടീരിയകൾ നശിച്ചു പോവുകയും ചെയ്യും. പിന്നെ ഫീഡ് കൺസിസ്റ്റൻസി, ഒരേ ഫീഡ് കൊടുക്കാൻ കഴിയുക. ഫീഡ് ഒരു കാരണവശാലും മാറ്റരുത്. മാറ്റേണ്ടി വരികയാണെങ്കിൽ വളരെ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസേ വരുത്താവൂ. അത് തന്നെ സമയമെടുത്തേ വരുത്താവൂ. അങ്ങനെ വരികയാണെങ്കിൽ ഫാമിൽ നമുക്ക് ഡോക്ടേഴ്സ് വിസിറ്റ് നല്ലതുപോലെ ഒഴിവാക്കാനാകും. ഒരു പരിധിയിലേറെ ഒഴിവാക്കാനാകും. ഇതുപോലെ വളരെ കെയർഫുള്ളായി ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. എത്ര കെയർഫുള്ളായിട്ടാണ് വളർത്തിക്കൊണ്ടുവരുന്നത്? ജനിക്കുമ്പോൾ തന്നെ നല്ല ബോഡി വെയ്റ്റ്, 2 മാസം കഴിയുമ്പോൾ ജനിച്ച ബോഡി വെയ്റ്റിൻ്റെ ഇരട്ടി ബോഡി വെയ്റ്റ് അവർ അറ്റൈൻ ചെയ്യുന്നു. പശുക്കൾ 12ാം മാസം കുത്തിവെക്കുന്നു. ഇപ്പോൾ ഞാൻ കണ്ട ഫാമിൽ 13ാം മാസമാണ് കുത്തിവെക്കുന്നത്. 385 കിലോ ആണ് അവരുടെ വെയ്റ്റ് ടാർഗറ്റ്. പക്ഷേ അത് അവർ അടുത്ത തന്നെ അത് 12ാം മാസമാക്കാൻ, മാസം കുറയ്ക്കാൻ, 12ാം മാസമാകുമ്പോൾ കുത്തിവെക്കുന്ന രീതിയിൽ ഈ വെയ്റ്റ് ഗെയിൻ അറ്റൈൻ ചെയ്യുക, കുത്തിവെക്കുക എന്നതിലേക്ക് അവർ പരീക്ഷണങ്ങൾ നടത്തുന്നു. ഇങ്ങനെ മുന്നൊരുക്കങ്ങളോടെയും വ്യക്തമായ ധാരണകളോടെയും നടത്തുകയാണെങ്കിൽ മാത്രമേ ഫാം വിജയിക്കാനാകുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ സാധ്യമാണ്. നമ്മൾ അതിസമർത്ഥരായ മനുഷ്യരാണ്, നമുക്ക് കഴിവുണ്ട്. പക്ഷേ നമുക്ക് ലക്ഷ്യബോധത്തോടെ പെരുമാറാൻ കഴിയണം. പഞ്ചാബിക്ക് കഴിയുമെങ്കിൽ നമുക്ക് കഴിയാത്തതെന്ത്? നമ്മൾ പശുക്കളുടെ എണ്ണം കൂട്ടുന്നതിലല്ല കാര്യം, പശുക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിലാണ് കാര്യം. പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. ശുദ്ധമായ പാല് എന്നൊരു കാര്യത്തിന് ഭാവിയിൽ ഡിമാൻഡുകളുണ്ടാകും. പ്രോസസ്ഡ് മിൽക്കിനോടുള്ള അതൃപ്തി താമസിയാതെ സമൂഹം രേഖപ്പെടുത്തും. കാരണം പ്രോസസ്ഡ് മിൽക്ക് എപ്പോഴും പ്രോസസ്ഡ് മിൽക്കാണ്. അവർ പാല് പുറത്തുനിന്ന് സംഭരിക്കുന്നു, എവിടെ നിന്ന് സംഭരിക്കുന്നു എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. അത് കൊണ്ടുവരുന്നു, അതിൽ മിൽക്ക് ക്രീം പുറത്തെടുക്കുന്നു, വീണ്ടും വെള്ളമൊഴിക്കുന്നു, വീണ്ടും പാൽപ്പൊടി ചേർത്ത് റീഫാറ്റൻ ചെയ്യുന്നു, നമുക്ക് തരുന്നു. നമ്മൾ വെളുത്ത ഒരു ദ്രാവകം കുടിച്ച് സന്തുഷ്ടരാകുന്നു. അതല്ല ശുദ്ധമായ പശുവിൻ പാല് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹം അതിന് ഒരു മൂല്യം നൽകും, സംശയം വേണ്ട. അപ്പോൾ ഇത് വളരെ ഭാവിയുള്ള ഒരു സംരംഭം തന്നെയാണ് ക്ഷീരമേഖലയിലെ സംരംഭങ്ങൾ. പക്ഷേ വ്യക്തമായ ഒരു ഡയറക്ഷനോടെ, ലക്ഷ്യത്തോടെ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്കിനകത്ത് വിജയിക്കാനാകുള്ളൂ. ഇതിൻ്റെ ഒരു
ഉറപ്പിക്കലൂടെയാണ് എൻ്റെ ഈ യാത്ര വഴി എനിക്ക് സാധ്യമായത്. ഇപ്പോൾ എനിക്ക് എല്ലാ വിശ്വാസത്തോടെയും വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖല ശരിയാണ്, പ്രൊവൈഡഡ് നിങ്ങൾ ഇതിനകത്ത് അറിവ് കൂടുതൽ നേടാൻ, കൂടുതൽ കമ്മിറ്റഡായിട്ട് പ്രവർത്തിക്കാൻ, മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്കും ഇത്തരം വിജയങ്ങൾ ഉണ്ടാക്കാനും ആവർത്തിക്കാനും കഴിയും. നല്ലത് വരട്ടെ. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്കിങ്ങനൊരു വിജ്ഞാനമുള്ള, ക്ഷീരമേഖലയിൽ വിജ്ഞാനം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോഗ്രസീവ് ഡയറി ഫാമേഴ്സിൻ്റെ ഒരു കൂട്ടമുണ്ടാകട്ടെ. പഞ്ചാബിൽ പ്രോഗ്രസീവ് ഡയറി ഫാമേഴ്സ് അസോസിയേഷൻ ഉണ്ടാകുമെങ്കിൽ കേരളത്തിലും അതുണ്ടാകാം. മുൻപോട്ട് ചിന്തിക്കുന്ന ഫാമേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടാവട്ടെ. വിജ്ഞാനങ്ങൾ, നമ്മൾ നേടുന്ന അറിവുകൾ ഷെയർ ചെയ്യട്ടെ. അതുവഴി ഏവർക്കും ഈ മേഖലയ്ക്കും നേട്ടങ്ങൾ ഉണ്ടാകട്ടെ. നല്ലത് വരട്ടെ.